അതെ, എന്തായാലും നമ്മൾ പുതിയ ഫ്രിഡ്ജ് വാങ്ങിച്ചതല്ലേ, അപ്പൊ ഫ്രിഡ്ജിലേക്ക് വെക്കാനായിട്ട് കുറച്ച് ഐറ്റംസ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. വേറെ എവിടേക്കല്ല, നമ്മുടെ ഫാൽക്കൺ മാളിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പൊ ഗൈസ്, ഞങ്ങള് സൂപ്പർ മാർക്കറ്റിലേക്കാണ് കേട്ടോ പോകുന്നത്. ഞങ്ങള് ഫാൽക്കൺ മാളിൽ എത്തിയിട്ടുണ്ട്. ഇപ്പൊ നേരെ നമുക്ക് അപ്പൊ ഗൈസ്, നമ്മൾ ഒരു ട്രോളിയൊക്കെ എടുത്തിട്ടാണ് കേട്ടോ ഇറങ്ങിയത്. കാരണം ഫ്രിഡ്ജിലേക്ക് കുറച്ചധികം സാധനങ്ങൾ വാങ്ങുന്നുണ്ട്. ഫ്രിഡ്ജിലേക്ക് മാത്രമല്ല, നമ്മള് വീട്ടിലേക്കും കൂടിയിട്ടാണ് കേട്ടോ വാങ്ങുന്നത്. കുറച്ച് അധികം വാങ്ങാം. അപ്പോ നമുക്ക് തുടങ്ങാം. പ്രിങ്കിൾസ്, ഒരു പ്രിങ്കിൾസിന്റെ ഒരു കൂടാരം വരെ ഉണ്ട് കേട്ടോ ഗൈസ് ഇവിടെ. മാൾക്കിസ്റ്റ് ആണോ ബിസ്ക്കറ്റ്? മാൾക്കിസ്റ്റ് ആണെങ്കിൽ ഇതാട്ടോ. നമ്മളൊരു ലിസ്റ്റ് ഒക്കെ എഴുതിട്ടാണ് കേട്ടോ വന്നത്. അപ്പൊ ഗൈസ്, നമുക്കിനി ടാങ്ക് വാങ്ങണ്ടേ. സോറി, ടാങ്ക്. നമുക്ക് ഓറഞ്ച് മതി. ഓറഞ്ച് ആണല്ലോ ആപ്പിളിൻ്റെതാ. ഒരു ജ്യൂസ് എടുത്തിട്ടുണ്ട്. അത് അങ്ങനെയാണ് ഇടുക. അങ്ങനെ ഇടുമ്പോളെ സെക്ഷൻ അല്ല. അതാ ഇതാ ഹാപ്പി മാംഗോ ജാം ആൻഡ് പീനട്ട് ബട്ടർ. ഓ, നൂഡിൽസിന്റെ മറ്റേ കൊറിയൻസ്. വീണ്ടും നമ്മൾ വന്ന വഴിയിൽ തന്നെ എത്തി തോന്നുന്നത് പ്രിങ്കിൾസിന്റെ കൂടാരം. അത് നേരം പോലെ ട്രോളി എന്ത് അന്റെ കൈയെടുക്കാം അപ്പഴേക്ക് എടുക്കാൻ പറ്റുള്ളൂ. ബൂസ്റ്റ് ഈസ് ദ സീക്രട്ട് ഓഫ് മൈ എനർജി. ഗൈസ്, ബൂസ്റ്റ് എൻ്റെ ഫേവറേറ്റ് ആണ്. ഞാൻ അപ്പം കഴിക്കും. എനിക്കിഷ്ടം ഗൈസ് ഹോർലിക്സ്. ഐ ലൈക്ക് ഹോർലിക്സ്. അപ്പൊ ഗൈസ്, ഇനി നമ്മള് പാൽപ്പൊടി വാങ്ങാൻ പോവാണ്. മിൽക്ക് പൗഡർ ഇത് മതി നമുക്ക്. ഇത്ര ഇതല്ലോ, കാരണം നമ്മൾ ഇതാണ് എടുത്തേക്കുന്നത്. കുറെ പേരല്ല, പാൽച്ചായ എപ്പോഴും കുടിക്കാറുള്ളതാണല്ലോ. ഫുൾ ഓഫ് മീൻ സെക്ഷൻ ഗൈസ്. കുറെ വലിയ വലിയ മീനുകളും ചെറിയ ചെറിയ മീനുകളുമായ ഒരുപാട്. ഇതൊക്കെ ഹെൽത്ത് സെക്ഷൻ. മറ്റേ പരസ്യത്തിലൊക്കെ കാണുന്ന ചോക്കോ ക്രഞ്ചി, അങ്ങനെ ഒരുപാട് ഐറ്റം ഉണ്ട് ഗൈസ്. നമുക്ക് ടൊമാറ്റോ വാങ്ങാം, തക്കാളി വാങ്ങാം കേട്ടോ. തക്കാളി വാങ്ങാം. നമുക്കിത് വലിയൊരു തക്കാളി. നമുക്ക് എത്ര മതി? അപ്പൊ ഗൈസ്, നമുക്ക് കുറച്ച് ഫ്രൂട്ട്സ് വേണം. എനിക്ക് ഇതെങ്ങനെയാണെന്ന് അറിയില്ല. ഇത് വാങ്ങാം നമുക്ക് ഗൈസ്. ആപ്പിള് വാങ്ങാം. നമുക്ക് ആപ്പിള് വാങ്ങാം, പക്ഷെ ഏത് ആപ്പിള്? കുറെ നല്ല ആപ്പിളുകൾ നമുക്ക് അറിയില്ല ഗൈസ്. എങ്ങനത്തെ ആപ്പിള്? അപ്പൊ ഇത് ഇങ്ങനത്തെ നമുക്ക് ഒരു 3 എണ്ണം വാങ്ങാം. ഇവിടെ കണ്ടോ, നമ്മുടെ എൻ്റെ ഫേവറേറ്റ് ആണ് ഈ സാധനം. ചക്ക വറുത്തത്, കായ വറുത്തത്, എന്താ ഗാർലിക് ചില്ലി മുറുക്ക്, നമ്മുടെ കൊള്ളി വറുത്തുണ്ടോ. കുറെ മുറുക്കൊക്കെ ഇരിക്കുന്നുണ്ട്. പപ്പായ ഉണ്ട്. പപ്പായ. പേരക്ക വാങ്ങണോ? പേരക്ക വേണം. ഇതെന്തൊക്കെ ഗ്രേപ്പ്? അത് ഗ്രേപ്പിനെയാണ് ഗൈസ്. ഗ്രേപ്പാണോ? ഇത് മുന്തിരി. എന്ത് മുന്തിരിയാ? എന്തോ മുന്തിരിയാണ്, ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. അപ്പൊ ഇതറിയുന്നവര് ഇതിന്റെ പേരും കൂടെ ഒന്ന് കമന്റ് ചെയ്യണേ. അപ്പൊ ഇനി ഗൈസ്, നമുക്ക് പച്ചക്കറി സെക്ഷനിലോട്ട് പോവാം. മഞ്ഞപ്പൊടി, ചെറുനാരങ്ങ അതൊക്കെ വാങ്ങുന്നുണ്ട് കേട്ടോ. പച്ചക്കറി ആവശ്യമുള്ളവർക്കൊക്കെ തൈര് വാങ്ങാം ഗൈസ്. തൈര് മിൽക്കി മിസ്റ്റിന്റെ തൈര് വാങ്ങാം. തൈര്
എത്ര തൈര് വേണം? ഒരെണ്ണം വാങ്ങിയത് പോലെ. അതെന്താ? അത് പാല് വാങ്ങാൻ പറഞ്ഞിട്ടുണ്ട്. പാലെടുക്കണം ഗായ്സ്. ഇതല്ലേ നമ്മളെപ്പോഴും മിൽമയുടെ പാലാണ് വാങ്ങാറ്. രണ്ടെണ്ണം മതി. ഫ്രിഡ്ജ് കട്ടടിച്ച് ഷേക്ക് ഉണ്ടാക്കാം. ഫ്രൂട്ട്സ് പിന്നെ ഞാൻ ബാക്കിലുണ്ടേ. ഗൈസ് ഇവിടെ ഉപ്പുമാവിന്റെ ഇതുണ്ട്. എന്താണ് ഗൈസ് എന്താ വേറെ വാങ്ങാൻ? ഡെയ്വോണിന്റെ എന്താണ് ഡബിൾ റോസ്റ്റഡ് റവ ഗൈസ്. നമ്മള് ഇതല്ല, വേറൊരു ജ്യൂസ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് മായാണ്. മായല്ല, എന്താണ് റെഡ് ടേസ്റ്റ് അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ളൊരു ജ്യൂസ്. അപ്പോൾ ഇനി നമുക്ക് സ്പ്രൈറ്റ് വാങ്ങാം. നമുക്ക് സ്പ്രൈറ്റിന്റെ വലിയൊരു ലിറ്റർ വാങ്ങാം. വലിയൊരു ലിറ്റർ അല്ല, വലിയ ബോട്ടിൽ വാങ്ങാം. അപ്പൊ നമ്മളത് വാങ്ങിയിട്ടുണ്ട്. നമുക്ക് കൃത്യം വയ്ക്കാം. ഓക്കെ, നമുക്ക് നേരെ അപ്പുറത്തെ സെക്ഷനിലോട്ട് പോവാം. കുറെ വെറൈറ്റി ജ്യൂസസ് ഉണ്ട് കേട്ടോ അവിടെ. ഗൈസ് എനിക്ക് തുമ്മലായോണ്ട് ഞാൻ തുമ്മി നടക്കാണ് കേട്ടോ. പിന്നെ എന്താ വാങ്ങാലോ? മല്ലിപ്പൊടിയോ പുതിനല മഞ്ഞപ്പൊടി വാങ്ങണ്ട്. അങ്ങനെ ഗൈസ് ഇവിടെ കുറെ സ്പ്രേ, ഹാൻഡ് വാഷ്, ബോഡി വാഷ്. പക്ഷെ ഇതുവരെ നിങ്ങൾക്ക് ഐസ്ക്രീമിന്റെ തുണി അലക്കണ വാഷ്, അങ്ങനെ കുറെ വാഷുകളുണ്ട് അല്ലെ. ഇവിടെ എല്ലാ വാഷുകളും ഉണ്ട്. കംഫർട്ടിന്റെ കുറെ വാഷുകളുണ്ട്. പിയേഴ്സ് സോപ്പിന്റെ 4+1 ഫ്രീ. ഫൈൻ അങ്ങോട്ട് എഴുതി. ഇപ്പോഴും ഗൈസ് നമുക്ക് മാൽക്കിസ്റ്റ് മാറ്റി വെച്ചാലോ? മാൽക്കിസ്റ്റ് വേണ്ടത്. ഇത് മാറ്റിട്ട് വേറെ ഒന്ന് വെക്കാം. ഗൈസ് ഞാൻ വിചാരിക്കണ അതിന്റെ ഫേവറേറ്റ് ഇവിടെ ഇല്ല. നമുക്ക് മാൽക്കിസ്റ്റ് മാറ്റി ഇത് വെക്കാം. ഗൈസ് നമുക്കൊരു ഓറിയോടെ ഒരു വേഫർ എടുത്താലോ? മാൽക്കിസ്റ്റിന് എത്ര രൂപ നോക്കട്ടെ. 119 രൂപ. 119 രൂപയാണ്. നമുക്കത് വേണ്ട. അതെ, എനിക്ക് അത്ര തോന്നുന്നില്ല. പക്ഷെ അത് നമുക്ക് ഇഷ്ടപ്പെടുമോന്ന് അറിയില്ല. ആദ്യമായിട്ടാണ്. അതെ, ആദ്യമായിട്ടാണ്. ഓറിയോടെ ഡാർക്ക് ഫാന്റസി. കാര്യം ചെയ്യാം, മാൽക്കിസ്റ്റിന്റെ ചോക്ലേറ്റ് ഫ്ലേവർ എടുക്കാം. ചോക്ലേറ്റ് വേണ്ട, അത് എടുത്താലോ? ഫ്ലേവർ ഏത്? ആ പച്ചും. ഇത് ഇവിടെ പച്ചും വെള്ളയും. ഈ ഫ്ലേവറാ. ഈ ഫ്ലേവർ ഇഷ്ടമുള്ള. ഇത് ഏതാ ഫ്ലേവർ? നമ്മൾ ആദ്യമായിട്ട് കഴിക്കില്ല. അപ്പൊ ഇതെടുക്കാം. ഫ്ലേവർ. അങ്ങനെ കറങ്ങി തിരിഞ്ഞ് നമ്മുടെ ഐസ്ക്രീമിന്റെ സെക്ഷനിലോട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഐസ്ക്രീം എടുക്കാൻ പോവാം. ഐസ്ക്രീം വെച്ച ജീവനാണ്, പക്ഷെ ജലദോഷാണ്. ഞാൻ നോക്കാം. ട്രോളി പലിശ ഇവിടത്തെ വാങ്ങിയപ്പോ ചെറിയൊരു ഫാമിലി പാക്ക് എടുക്കാം. ഐസ്ക്രീം കുറച്ചുകൂടി നമ്മൾ ഐസ്ക്രീം തപ്പണെങ്കിലും നോക്കാം. എല്ലാവർക്കും വാനിലയാണ് ഗൈസ് ഇഷ്ടം. സ്ട്രോബെറി വേണോ? സ്ട്രോബെറി വേണ്ട. നമുക്ക് വാനില എടുക്കാം. അമൂലിന്റെ ഷോപ്പിംഗ്. അപ്പോ ഇതാ ഒരു വാനില ഐസ്ക്രീം. എന്തായാലും ഫ്രിഡ്ജ് ഉണ്ടല്ലോ, അപ്പൊ കുറച്ച് സ്റ്റോക്ക് ആയിക്കിരുന്നോട്ടെ വാനില. അപ്പൊ നമുക്ക് നേരെ മാൽക്കിസിന് മണ്ടേ കൊണ്ടാണ് ഇടുന്നത്, അതുകൊണ്ട് ഞാൻ മാൽക്കിസിന് മേലെ വെച്ചില്ല. ലോലിപോപ്പിന്റെ കൂടാറുണ്ട് കേട്ടോ. ഒരു മല്ലിച്ചപ്പും പുതിന എടുക്കാം. അല്ല, ഇതാണ് മല്ലിച്ചപ്പ്. അത് ഇത് പുതിന. നമുക്കത് ഓക്കെ, പോവാ. നമ്മളൊരു കവറിൽ എടുക്കാണ്ട് ചെറുനാരങ്ങ 150 കേട്ടോ. 150 എനിക്കറിയില്ല കേസ് തൂക്കാനും. നമുക്കൊരു 5-6 എടുത്തതാ. ചെറുനാരങ്ങ 150 പറഞ്ഞ എത്ര എണ്ണ? 150 പറഞ്ഞു. അപ്പൊ ഗൈസ് നമ്മള് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ തൂക്കാൻ വേണ്ടി കൊടുക്കാണ് കേട്ടോ. നമുക്ക് കൊടുക്കാം. കൊടുക്ക്. ഇവരൊക്കെ കൊടുക്കട്ടെ. 2 minutes. ഗൈസ് അപ്പൊ നമ്മള് സാധനങ്ങൾ കൊടുത്തോണ്ടിരിക്കുകയാണ്. ഇനി എന്താ കൊടുക്കാണ്ട്? മല്ലിച്ചപ്പും പുതിനയും. നമുക്ക് മല്ലിച്ചപ്പും പുതിനയും ബാക്കി നമ്മള് ഫ്രൂട്ട്സ് എല്ലാം കൊടുത്തു കേട്ടോ. ഗൈസ് നമ്മള് ഐഫേല് പോയപ്പോ
ഗസ് നമ്മൾ ഐഫയില് പോയപ്പോ ഒരു അരി ഉണ്ടായിരുന്നു കേട്ടോ. ആ അരിയുടെ പേര് ദിയ കുറുവാന്നാണ്. ഇവളുടെ പേരാണ് ദിയാണ്. അപ്പൊ ആ അരിയുടെ പേര് ദിയ കുറുവാന്നാണ് കേട്ടോ. കുറെ അരിയുണ്ട്. വാ പോവാ. നമുക്ക് ഇവിടെ ഒരു ആർട്ടിഫിഷ്യൽ ട്രീ ഉണ്ട് കേട്ടോ ഗൈസ്. ആർട്ടിഫിഷ്യൽ ട്രീ. അപ്പൊ ഗൈസ് ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ആർട്ടിഫിഷ്യൽ ട്രീ. ആർട്ടിഫിഷ്യൽ ട്രീ ആണ് നമ്മുടെ ബേക്കറിയുടെ അച്ഛൻ ഒരു ഡയറി മിൽക്ക് എടുത്തടി. 2 ഡയറി മിൽക്ക് ഡയറി മിൽക്ക് എടുക്കാം. നമ്മൾ 2 ഡയറി മിൽക്ക് എടുത്തിട്ടുണ്ട്. നമുക്കിതിൽ സുരക്ഷിതമായി വെക്കാം. നമ്മുടെ ഐസ്ക്രീമിന്റെ കൂടെ വെക്കാം. ഇനി നമ്മൾ നേരെ ബില്ല് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പൊ ഇത് നമ്മള് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ബില്ല് ചെയ്തു അല്ലേ? ബില്ല് ചെയ്ത് കഴിഞ്ഞു. തിരിച്ചു പോവാണ്. നമ്മൾ തിരിച്ചു പോകുന്നത് ഗൈസ്. ഇനി നമ്മൾ നേരെ മേലേക്ക് പോവാണ് കേട്ടോ. അതെ, എന്തിനാ അറിയില്ല. നമുക്ക് അലിഞ്ഞ വെള്ളമായിട്ടുണ്ടാവും ഐസ്ക്രീമിന്റെ. പക്ഷെ ഐസ്ക്രീമിന്റെ കാര്യത്തിലാണ് തീരുമാനമായി. വീട്ടിൽ ചെന്ന് അല്ലെങ്കിൽ ഒന്ന് നമ്മൾ നോക്കില്ല, നമ്മൾ അപ്പൊ തന്നെ കഴിക്കില്ല. ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കുള്ളൂ. എല്ലാരും ഞാൻ കഴിക്കും കേട്ടോ. ഇവള് കഴിക്കാം. അമ്മയ്ക്കൊക്കെ പേടിയായിരുന്നു കേട്ടോ എസ്കലേറ്ററിൽ കയറാൻ വേണ്ടിട്ട്. അതെ, അതൊക്കെ നല്ല പേടിയായിരുന്നു. ശീലായി. എനിക്ക് ഇപ്പൊ 2-3 ദിവസം വന്നപ്പോഴേക്കും ശീലായി കേട്ടോ. അപ്പൊ ഗൈസ് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാനുള്ള സാധനങ്ങള് പുറത്തേക്ക് എടുത്ത് വെക്കാം. ജ്യൂസിന്റെ പാക്കറ്റ്, പിന്നെ പാലും തൈരും. ഇത് മല്ലിയിലും പുതിനയിലും ഉണ്ട്. പിന്നെ പാൽപ്പൊടി. വേറെ സാധനം കണ്ടില്ല. വലിയ പൊട്ടില്. പിന്നെന്താ ഫ്രൂട്ട്സ് ടാങ്ക്. തക്കാളിയാ. ഇത് പപ്പടം. ഇത് നമ്മള് ഫ്രിഡ്ജിന്റെ ഉള്ളിൽ വെക്കാൻ. ഇത് ഫ്രൂട്ടാ. അയ്യോ, മഞ്ഞപ്പൊടി. പിന്നെ ഒരു കുക്ക്. ഇത് ഞങ്ങൾ ഇതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ. ഇത് നാരങ്ങ. കഴിഞ്ഞു ഗൈസ്. നമുക്ക് ഇത് നേരെ ഫ്രിഡ്ജിന്റെ ഉള്ളിലേക്ക് വെക്കാം. ഞാൻ ആദ്യം എടുത്തിട്ട് ഇതാണ്. അതന്നെ ഐസ്ക്രീം വെക്കട്ടെ കേട്ടോ, അല്ലെങ്കിൽ ഇത് വെള്ളമായി പോകും. ഞാൻ ജ്യൂസ് ഇല്ലാതെ ഗൈസ്. അപ്പൊ ഇത് ഞാൻ ഇവിടെ വെച്ചു. അമ്മി അത് വെച്ചു. പിന്നെ സെവനപ്പ് അവിടെ വെക്കണ്ടോ? ഫ്രൂട്ട്സ് വെക്കണ്ടേ? കൈ വെച്ചില്ലല്ലോ. അത് സെവനപ്പ്. ഇത് കൊള്ളു ഇത് വെച്ചു. മറ്റത് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടാണ് കേട്ടോ വെക്കുന്നത്. അറേഞ്ച്. സെറ്റായി. നമുക്ക് ഫ്രൂട്ട്സുകളൊക്കെ ഒരു ഫ്രൂട്ട്സ് ഇതിൻ്റെ ഉള്ളിൽ വെച്ചൂടെ? അല്ല, ഫ്രൂട്ട്സുകളൊക്കെ ഇവിടെ വെക്കാം. ജസ്റ്റ് പൊളിക്കാൻ പറ്റും. എടി അത് പിടിച്ചിട്ട് നേരം വെച്ചു. നമുക്ക് അങ്ങനെ വെക്കായിരുന്നു. നമ്മളിവിടെ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി വേറെ ഫ്രൂട്ട്സ് എടുത്ത്. ഇത് തക്കാളിയാ. തക്കാളി ഫ്രിഡ്ജ് വെക്കൂ. നമുക്ക് തക്കാളി ഇവിടെ വെക്കാം. ഇനി ചെറുനാരങ്ങ ഉണ്ട് കേട്ടോ. ചെറുനാരങ്ങ പുതിന ഇവിടെ വെച്ചോ. അല്ല, ഇവിടെ എഗ്ഗ് വെക്കണം. ഇവിടെ വെക്കാം.
ആ ഫ്രൂട്ട് മറ്റേ വെജിറ്റബിൾസിന്റെ സെക്ഷൻ. ബിസ്ക്കറ്റ് പിന്നെ വെക്കും. ഇവിടെ ഇരിക്കുന്നുണ്ട് മുന്തിരി ഇരിക്കുന്ന മുന്തിരി വെച്ച നമുക്ക് മുന്തിരി ഇതിൻ്റെ ഉള്ളിൽ വെക്കാം. മുന്തിരി വെച്ചു കേട്ടോ. ശരിയും മുട്ടയുടെ സെക്ഷൻ മുട്ട മാത്രമേ വെക്കാനുള്ളൂ. പക്ഷെ മുട്ട നമ്മൾ മേടിച്ചില്ല. കുഞ്ഞൻ തിന്നാണ്ട് പാത്രം. അപ്പൊ ഗൈസ് ഇന്നത്തെ എല്ലാ കറക്കും കഴിഞ്ഞു. ഇനി ഭക്ഷണം കഴിക്കാൻ കേട്ടാ. ഇത് ദോശയാണ്. ദോശ എടുക്കട്ടെ. ആ ദോശയും പിന്നെന്താ കറിയുന്നു? എന്ത് കറിയാ? കുഞ്ഞു ദോശ കിട്ടി. എന്ത് കറിയാ? ചമ്മന്തിയാണ് കേട്ടോ. ആവശ്യമില്ലെങ്കിൽ ഞാൻ കഴിച്ചോളാം. ആവശ്യമില്ലെങ്കിൽ ഉരുളൻകിഴങ്ങ് കറിയും ചമ്മന്തിയാണ്. 3 ദോശ എടുത്തു ഗൈസ്. ഞാൻ 2 ദോശ മസാല അടയ്ക്കും. മതചാര എടുക്കണം. അപ്പൊ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.